Audio Jungle. നമസ്കാരം, VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധിയുടെ 146ാം ജന്മദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ഇതിനോടനുബന്ധിച്ച് പുഷ്പാർച്ചന, ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നിവയും നടന്നു. ദേശീയ ശുചിത്വ മാസാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും തൊടുപുഴ നഗരസഭ പ്ലാസ്റ്റിക് വിരുദ്ധ ക്യാമ്പയിൻ വാരാചരണ ഉദ്ഘാടനവും തൊടുപുഴയിൽ നടന്നു. ജവഹർ ബാലജന വേദി ഗാന്ധി സ്മൃതി സംഗമം നടന്നു. DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. കരിമണ്ണൂർ പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ LDF നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മലയോര മണ്ണ് സ്വന്തമെന്ന് പ്രഖ്യാപിച്ച് പട്ടയ അവകാശ രക്തപ്രതിജ്ഞാ സമരം നടത്തി. വാർത്തകൾ വിശദമായി. ഗാന്ധി ജയന്തി വാരാഘോഷ പരിപാടികൾക്ക് ജില്ലയിൽ തുടക്കമായി. ഇതിനോടനുബന്ധിച്ച് മന്ത്രി PJ ജോസഫ് ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിത്ത്, റോഷി അഗസ്റ്റിൻ MLA, കളക്ടർ അജിത് പാട്ടീൽ IAS, അസിസ്റ്റന്റ് കളക്ടർ ജാഫർ മാലിക് IAS, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് തൊടുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്, UDF ചെയർമാൻ S അശോകൻ, TJ ജോസഫ്, NI ബെന്നി, ജോൺ നെടിയപ്പാല, ജാഫർ ഖാൻ മുഹമ്മദ്, KV സിദ്ധാർത്ഥൻ, മുഹമ്മദ് അൻഷാദ്, നിയാസ് കുരാപ്പള്ളി, ജിയോ മാത്യു, ലീലമ്മ ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. 146ാമത് ജന്മദിനം അദ്ദേഹം നൽകിയ സന്ദേശങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളതുപോലെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന ഈ ലോകത്ത് ഇതിനു മുമ്പ് ആരും പറയാത്ത ഒരു മഹാത്മാക്കളുടെ വായിൽ നിന്നും വരാത്ത ഒരു മഹത്വചനം തൻ്റെ ജീവിതത്തിലൂടെ തന്നെ പകർത്തിക്കാണിച്ച് ഈ ലോകത്ത് ഒരു അത്ഭുത പ്രതിഭാസമായി മാറുന്നതിന് സാക്ഷ്യം വഹിച്ച നേതാവാണ്, മഹാത്മാവാണ് മഹാത്മജി എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കാൻ ഓർക്കുകയാണ്. മഹാന്മാർ പലതരത്തിലുണ്ട്. ചിലർ അവർ പറയുന്ന വാക്കുകളിലൂടെ, വചനങ്ങളിലൂടെ, സിദ്ധാന്തങ്ങളിലൂടെ ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്നവരുടെ മഹാത്മാക്കളായവരുണ്ട്. മഹാത്മജിയെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. മണ്ഡലം പ്രസിഡന്റ് MK സിയാദ് നേതൃത്വം നൽകി. DCC ജനറൽ സെക്രട്ടറി ജോൺ നെടിയപ്പാല അനുസ്മരണ പ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K ബിനീഷ് ലാൽ ഐക്യദാർഢ്യ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. DCC മെമ്പർ NI ബെന്നി, VE താജുദ്ദീൻ, PA ഷാഹുൽ ഹമീദ്, ജോർജ് താന്നിക്കൽ, ജയൻ ചൗധരി, ആരിഫ് മുഹമ്മദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഗാന്ധിയൻ ദർശനം മാത്രമാണ് പോംവഴി, അതിനപ്പുറമൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്ന സാമൂഹ്യ ചുറ്റുപാട് നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇവിടെ നമ്മളും അതിൽ ഒത്തുചേരുന്നത്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തവും അഖണ്ഡതാബോധവും ദേശീയ ബോധവും ഞാൻ ദേശസ്നേഹത്തിലൂന്നി ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. ഭാരതത്തിന്റെ മതേതര ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിൽ ഞാൻ ഏതു സമയത്തും. ഗാന്ധി ജയന്തി ദിനത്തിൽ നടത്തുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാഞ്ഞിരമറ്റം ലക്ഷം വീട് കോളനി ഭാഗത്ത് 70ഓളം കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഉറവുഴിക്കുളം സേവാഭാരതി കാഞ്ഞിരമറ്റം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കി. CS ഇജിമോൻ, TS രാജൻ, ശ്രീകാന്ത് S, ബിനേഷ് PS, ഷിബുമോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഭാരതമെമ്പാടും സ്വച്ഛ ഭാരത് എന്ന പ്രധാനമന്ത്രിയുടെ ആ നിർദ്ദേശം പാലിച്ചുകൊണ്ട് തൊടുപുഴ നഗരസഭയിലെ കാഞ്ഞിരമറ്റം മുതലിയാർമഠം വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള കാഞ്ഞിരമറ്റം ലക്ഷം വീട് ഭാഗത്തുള്ള ഉറുവഴിക്കുളം ഈ കുളം ശുദ്ധീകരിച്ചുകൊണ്ട് സേവാഭാരതിയുടെ പ്രവർത്തകർ ഈ ഒരു പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം ശിരസാവഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് നമ്മൾ ഇന്ന് ഇവിടെ കണ്ടത്. ഇവിടെ ഈ ലക്ഷം വീട് അതുപോലെ ഈ പ്രദേശത്തെ ഏതാണ്ട് 70ഓളം കുടുംബങ്ങൾ കുളിക്കുവാനും മറ്റും ഉപയോഗിക്കുന്ന കുളമാണ്. നിരവധി വർഷങ്ങളായിട്ട് ഇത് ശുചീകരിക്കാതെ കിടക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ നിരവധി ചെറുപ്പക്കാരും കുട്ടികളും ഇവിടെ പരിസരത്തുള്ള ആൾക്കാരെല്ലാം സഹകരിച്ചുകൊണ്ട് ഈ കുളം ശുചീകരിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തത്. 146ാമത് ഗാന്ധി ജയന്തി വാരാഘോഷങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം പുറപ്പുഴയിൽ നടന്നു. പുറപ്പുഴ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ശുചിത്വ വാരാഘോഷത്തിന്റെ ഉദ്ഘാടനം തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ്മ ജോസ് നിർവഹിച്ചു. ഇന്ന് എല്ലാ സ്ഥാപനങ്ങളിലും ശുചിത്വ പരിപാടികൾ ആണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഇന്നൊരു പ്രതിജ്ഞ സ്വച്ഛ കേരളം അല്ല ഇന്ത്യ എന്നുള്ള ഭാരതം സ്വച്ഛ ഭാരത് എന്ന ഒരു പ്രതിജ്ഞ നമ്മളെല്ലാവരും എടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പല പ്രോഗ്രാമുകളാണ് നമ്മൾ സജ്ജമാക്കിയിരിക്കുന്നത്. അത് ഗവൺമെന്റിന്റെ നിർദ്ദേശാനുസരണം എല്ലാ സ്ഥാപനങ്ങളിലും നടത്തപ്പെടുകയാണ്. നമുക്കറിയാം, ഗാന്ധിജി ഒരു പ്രത്യേക സമരമുറയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ചത്. അഹിംസാ സിദ്ധാന്തം, സഹന സമരമുറ. ഇന്നിപ്പോൾ നമുക്ക് നിരാഹാരവും കാര്യങ്ങളൊക്കെ സർവ്വസാധാരണമായിട്ടുള്ളതാണ്, നിസ്സഹകരണ പ്രസ്ഥാനമൊക്കെ. അന്ന് പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. DMO ഇൻചാർജ് ഡോക്ടർ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഞ്ജയ് കുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്വാതന്ത്ര്യവും അതേസമയം ശുചിത്വവും വികസനവുമുള്ള ഇന്ത്യയാണ്. മഹാത്മാഗാന്ധി ഭാരതമാതാവിന് സ്വാതന്ത്ര്യം നേടിത്തന്നു. ഭാരതമാതാവിനെ ഇനി ശുചിത്വവും വൃത്തിയുള്ളതുമായി കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ശുചിത്വത്തിനു വേണ്ടി അർപ്പണബോധത്തോടെ നിലകൊള്ളുമെന്നും അതിനായി സമയം ചെലവഴിക്കുമെന്നും ഞാൻ പ്രതിജ്ഞയെടുക്കുന്നു. വർഷത്തിൽ 100 മണിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോയ് കുളങ്ങര, ബിന്ദു ബിനു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലവ്ലി ജാസ്മിൻ സ്വാഗതവും ഹെൽത്ത് സൂപ്പർവൈസർ തങ്കച്ചൻ മാത്യു നന്ദിയും പറഞ്ഞു. തുടർന്ന് പ്രൈമറി ഹെൽത്ത് സെന്റർ പരിസരത്ത് വിവിധതരം വൃക്ഷത്തൈകൾ നട്ടു. സാമൂഹ്യക്ഷേമ വകുപ്പിന്റെയും തൊടുപുഴ നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജന ദിനം ആചരിച്ചു. മുതലക്കോടം വൃദ്ധസദനത്തിൽ മുനിസിപ്പൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൈറ്റ്സി കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ അന്തേവാസികളെയും എനിക്ക് കൃത്യമായി അവരുടെ ഓരോ ജീവിത രീതികളും ശൈലികളും വായിച്ചറിയാവുന്നതാണ്. കാരണം പല മക്കൾക്കും കാരണന്മാരെ പൂർണ്ണമായിട്ടും വേണ്ട എന്ന ഒരു തീരുമാനത്തിലാണ്. കാരണം പലരുടെയും വീടുകളിൽ നിന്ന് ഓരോ അന്വേഷണം മുമ്പിൽ തിരിച്ചെടുക്കുന്നുണ്ടോ, അപ്പൊ അവർക്ക് വേണ്ട. കാരണം ഒരു കുഞ്ഞുണ്ടായാൽ എത്രമാത്രം കഷ്ടപ്പെട്ട് എത്ര കൈ വളരുമോ കാല് വളരുമോ എന്നൊക്കെ നമ്മൾ നോക്കി എത്രമാത്രം ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് വളർത്തി വലുതാക്കിയ ഓരോ അപ്പച്ചനും അമ്മച്ചിമാരുമാണ് ഈ ഇരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി അറിയാം. അങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണ് ഞാനും. കൗൺസിലർ ഷാജു പോൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ H രാമമൂർത്തി, ഷാഹുൽ ഹമീദ്, സോഫി ജേക്കബ്, ഏലിയസ് തോമസ്, ടെസി അബ്രഹാം, MA ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. KM
KSRTEA മൂലമറ്റം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന ഇരാട്ടുപേട്ട ATOയ്ക്ക് യാത്രയയപ്പ് നൽകി. മുട്ടം റൈഫിൾ ക്ലബ്ബിൽ ചേർന്ന യോഗം CPM ലോക്കൽ സെക്രട്ടറി MK ഷാജി ഉദ്ഘാടനം ചെയ്തു. PR സുബ്രഹ്മണ്യൻ, KS അനിൽകുമാർ, PK സുകുമാരൻ, PS സജികുമാർ, CR മുരളി, ജോർജ് തോമസ്, ബിജി ചിറ്റാട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരുപാട് അനുഭവത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നുപോയവരും ഇപ്പോൾ അത് നേരിട്ടുകൊണ്ടിരിക്കുന്നതുമായ ഒരു മിശ്രമടങ്ങിയ ഒരു വേദിയാണ് ഇവിടെ കാണുന്നത്. പെൻഷൻ പറ്റി പിരിഞ്ഞു പോയ നിരവധി ആൾക്കാർ അനുഭവങ്ങളുടെ തീച്ചൂളയിലൂടെ സ്റ്റീം റൂളിലൂടെയൊക്കെ കടന്നു വന്നു. KSRTC എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ശാന്തമായി സമാധാനമായി ഒഴുകിയ ഒരു സാധനമല്ല. എല്ലാ കാലത്തും പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ആയിരുന്ന ഒരു സ്ഥാപനം. അത്തരം ഒരു സ്ഥാപനത്തിൽ 34 വർഷം മുമ്പ് ഈ സ്ഥാപനത്തിൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ചെന്ന് പ്രവർത്തനം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് പ്രൊമോഷനായി ഗസറ്റഡ് ഓഫീസർ തസ്തികയിൽ പിരിയുന്ന അന്ന് വരെ ഒരേ മനസ്സും ഒരേ പ്രവർത്തന ശൈലിയുമായിട്ട് ഈ സ്ഥാപനത്തെ സ്നേഹിക്കുകയും ഇതിന് പ്രവർത്തനത്തെ മുന്നോട്ട് നയിക്കാൻ തന്നാലാകുന്ന സംഭാവനകൾ ചെറുതല്ല. പ്രത്യേകിച്ച് ഇടുക്കി ജില്ല KSRTCയുടെ ഭൂപടത്തിൽ തീരെ അപ്രധാനമായ ഒരു സ്ഥാനം, മറ്റെല്ലായിടത്തും ഉള്ളപ്പോൾ ഒരു സ്ഥാനവുമില്ലാതെ 1-2 ഡിപ്പോയിൽ ഒരു ഓപ്പറേറ്റീവ് സെൻ്ററുമായി നിന്ന കാലം അവിടെ നിന്ന് ആ ഡിപ്പോയിനെ വളർത്തി KSRTC എന്ന പൊതുയാത്രാ സംവിധാനത്തെ ജില്ലയിലാകെ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ അതിനകത്തെ തൊഴിലാളികളുടെ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ ഏക മനസ്സോടെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ വ്യത്യസ്തമായ യൂണിയനുകൾ വിവിധങ്ങളായ അഭിപ്രായം ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. ഇതിനോടനുബന്ധിച്ച് മങ്ങാട്ടുകവലയിൽ നിന്നും കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. മന്ത്രി PJ ജോസഫ് ഫ്ലാഗ് ഓഫ് ചെയ്തു. കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു. ആ പാതയിലൂടെ മുന്നേറാൻ നമുക്ക് കഴിയണം. ലഹരി വിരുദ്ധമായ വിമുക്തമായ ഒരു ഇന്ത്യ ഉണ്ടാകണം. ശുചിത്വം നമ്മുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം നമ്മൾ സ്വീകരിക്കണം. എല്ലാവരുടെയും സ്വാതന്ത്ര്യം, സമുദായ മൈത്രി ഇതെല്ലാം സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യക്ക് മുന്നേറണം. ഈ അവസരത്തിൽ ഈ ലഹരി വിരുദ്ധ ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ VK ലാൽകുമാർ നേതൃത്വം നൽകി. കൂട്ടയോട്ടം തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് മുനിസിപ്പൽ ചെയർമാൻ AM ഭാരിത് ശുചീകരണ പ്രതിജ്ഞയും തോമസ് കുഴിഞ്ഞാലിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. ഈ വാഹനത്തിന് പിന്നിൽ ഇതുവഴി കടന്നു വരികയാണ്. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അതെ സൗണ്ട് രണ്ടുപേരോട് എടുത്തോണ്ടിരിക്കുന്നത് ഗാന്ധിക്കോട്ട് 3-4 പരിപാടി പറഞ്ഞോണ്ടിരിക്കുക. 3-4 പരിപാടി ഉണ്ടല്ലോ രാജേട്ടാ. ഞാൻ കഴിയുമ്പോൾ രാജാന്റെ നമ്പർ ചെക്ക് ചെയ്താൽ മതി. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടോമി ജേക്കബ്, എക്സൈസ് ഇൻസ്പെക്ടർ CK സുനിൽരാജ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. യൂണിഫോം ധാരികളായ എക്സൈസ് ഉദ്യോഗസ്ഥർ, റോളർ സ്കേറ്റിംഗ് വിദ്യാർത്ഥികൾ എന്നിവരും കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. ശുചിത്വബോധമുള്ളതും വികസിതവുമായ ഒരു രാഷ്ട്രം എന്ന സങ്കല്പവും കൂടി ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധി അടിമത്തത്തിന്റെ ചങ്ങല പൊട്ടിച്ച് ഭാരത മാതാവിനെ സ്വതന്ത്രമാക്കി. ഇനി നമ്മുടെ കർത്തവ്യം മാലിന്യ നിർമ്മാർജ്ജനത്തിലൂടെ ഭാരത മാതാവിനെ സേവിക്കുക എന്നതാണ്. ചെയ്യുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. വർഷത്തിൽ 100 മണിക്കൂർ. ദേശീയ ശുചിത്വ മാസാചരണം ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴയിൽ നടന്നു. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ കേരളം പരിപാടി കേരളത്തിലെ മുനിസിപ്പാലിറ്റികളിൽ 1-ാം സ്ഥാനത്ത് തൊടുപുഴയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്കിനിയും ബഹുദൂരം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പ്ലാസ്റ്റിക്കുകൾ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യണം. അതിന് പകരമുള്ള മറ്റ് വസ്തുക്കൾ വിനിയോഗിക്കാൻ ആളുകളെ പഠിപ്പിക്കണം. ഒട്ടേറെ കാര്യങ്ങൾ ആരോഗ്യ പരിപാലന രംഗത്ത് നമുക്ക് ഇവിടെ നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. ബയോഗ്യാസ് പ്ലാന്റുകളുടെ കാര്യം പറഞ്ഞു. ഈ രംഗത്തെല്ലാം
മാതൃകാപരമായി പ്രവർത്തിക്കുന്ന മുനിസിപ്പൽ ചെയർമാനെയും കൗൺസിൽ അംഗങ്ങളെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. നമുക്ക് ഈ അവസരത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന പരിപാടികൾ ഈ മാസത്തിൽ ഘട്ടം ഘട്ടമായി നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിക്കുവാൻ നമുക്ക് കൂട്ടായി യത്നിക്കാം. ഇതോടനുബന്ധിച്ച് തൊടുപുഴ മുനിസിപ്പാലിറ്റി പ്ലാസ്റ്റിക് വിരുദ്ധ ക്യാമ്പയിൻ വാരാചരണ ഉദ്ഘാടനവും നടന്നു. സമയം വിനിയോഗിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. മുനിസിപ്പൽ ചെയർമാൻ എം ഹാരിദ് അധ്യക്ഷത വഹിച്ചു. കളക്ടർ അജിത് പാട്ടീൽ IAS മുഖ്യ സന്ദേശം നൽകി. അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, ജോസ് മഠത്തിൽ, MJ ജേക്കബ്, MC മാത്യു, ഡോക്ടർ PK സനൽകുമാർ, S ബിജു തുടങ്ങിയവർ പ്രസംഗിച്ചു.